ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പറഞ്ഞാൽ നല്ല അയില മുളകിട്ടതാട്ടോ. അപ്പോൾ ഇന്ന് നല്ല മീൻ കിട്ടിയിരിക്കണം. അപ്പോൾ അതൊന്ന് അയില മുളകിട്ട് വെക്കാൻ വെച്ചിട്ടാണ്. നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി അയില മുളകിട്ട കേട്ടോ. മീൻ കറിക്ക് ആവശ്യമുള്ളത് 1 കപ്പ് ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, 3 വെളുത്തുള്ളി, 2 തക്കാളി, 3 പച്ചമുളക്, പിന്നെ 2 അല്ലി കറുവേപ്പിലയുണ്ട് കേട്ടോ. പിന്നെ 1 കിലോ അയിലയാണ് കേട്ടോ ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത്. ചട്ടി വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചാൽ അത് നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കടുക് ഇടാം കേട്ടോ, 1 ടേബിൾ സ്പൂൺ. ഇനി ഇത് രണ്ടും നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് 3 അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്തൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ടല്ലോ അതും പിന്നെ ആ 2 അല്ലി കറുവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി എടുക്കാം, ഇനി ഇതിലേക്ക് ഇടാം കേട്ടോ. നല്ല മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ വേഗം വഴന്നു വരും കേട്ടോ. അപ്പോൾ അത് ഇടണം നിങ്ങൾ, ഞാനത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടതിന് നല്ലതുപോലെ വഴറ്റി ഇങ്ങനെ വരട്ടെ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ച് ആക്കരുത്. ഒരു മീഡിയം തീൻ്റെ ചൂട് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കൈവിടാതെ ഒന്ന് ഇളക്കി മുറിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളി ഏകദേശമൊക്കെ അങ്ങോട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കണ്ട, ഒരാവശ്യത്തിനൊന്ന് വഴന്നങ്ങോട്ട് ഒരു ചെറുതായി ഒന്ന് ഉള്ളീൻ്റെ കളറ് മാറുന്ന വരെ ഒന്ന് മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ഇനി 4 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം കേട്ടോ. അപ്പോൾ ചില മുളക് പൊടി എരിവ് ഉണ്ടാവും, ചിലവിടെ എരിവ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്തിരി എരിവൊക്കെ കൂടുതൽ വേണം, അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പെരുംജീരകപ്പൊടി അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളൊക്കെ എടുക്കുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ കാശ്മീർ ചില്ലി ഇനി 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ് കേട്ടോ ആവശ്യമുള്ളത്, അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി എപ്പോഴും ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്ത് പറഞ്ഞാൽ അത് അങ്ങോട്ട് കരിഞ്ഞ് ഒന്നാണ് പോകും കേട്ടോ. അപ്പോൾ കുറച്ച് കൂടി വെളിച്ചെണ്ണൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ തീൻ്റെ നിങ്ങൾ മറക്കരുത്, തീ കുറച്ച് തന്നെ വെച്ചോളണം കേട്ടോ. ഇത് നല്ല മൂത്തതിന് ശേഷം ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് പുളി കുറവുള്ള കുടംപുളി എസൻസൊക്കെ എടുത്ത് വന്നിരിക്കണത്. അപ്പോൾ ഇത് നല്ല മൂത്ത് വരെ നമ്മുടെ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുടംപുളി ഒരു 5, 6 ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ കുറച്ച് നല്ല പുളിയുള്ള കുടംപുളിയാണ് കിട്ടണമെന്ന് വെച്ചാൽ ഒരു 3, 4 ഇട്ട് കൊടുത്ത് നല്ല ഒരു ഇളം ചൂട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഈ കുടംപുളി. അത് ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ആ കുടംപുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആദ്യം ഒഴിച്ച് പിന്നെ
കുറച്ചുകൂടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി ഉപ്പ് ഫസ്റ്റ് നമ്മൾ ഒരു കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി അങ്ങോട്ട് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിപ്പിടിച്ച് അത് ഒരു മാതിരി ആകും. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ വറ്റി കുറുകി വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒന്ന് മേലെ വന്ന മീനുകളൊക്കെ ഒന്ന് അതിലേക്ക് കൊണ്ട് ഇറക്കി കൊടുത്ത് ഇനിയിപ്പോൾ അടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു അടപ്പൊക്കെ എടുത്ത് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വേവിക്കണം. അതിൻ്റെ ഇടയിൽ ഒന്ന് മേലെ ഒരു കറിവേപ്പില ഒന്ന് തൂവി കൊടുക്കാനായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇട്ട് നല്ല വറ്റി കുറുകി വന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ അടിപൊളി മീൻ കറി റെഡി.